Hey all, welcome back to Motorholic 390. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളിപ്പോൾ ഉള്ളത് രത്നഗിരിയിലാണ് ഗൈസ്. രത്നഗിരി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ഈ രത്നഗിരിയിൽ തന്നെ ഒരു എബ്ഡോണ്ട് ഷിപ്പുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു രത്നഗിരി സിറ്റിയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു എബ്ഡോണ്ട് ഷിപ്പ്. അപ്പോൾ നമ്മളൊന്ന് അത് കാണാനായിട്ടാണ് പോണത്. ലെറ്റ്സ് ഗോ. രത്നഗിരിയിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണത്. നോക്കിയേ, ഒരുമാതിരി താജ്മഹൽ പോലെ. നോക്കിയേ ബസ്, നോക്കിയേ ഏതാ മൂട്, നോക്കിയേ ഡമാർ പടാർ, ആ മൂടാ ബസ്. പ്രണയമണിത്തൂവൽ പൊഴിയും പ്രണയമഴ. അതേപോലെ ഞാൻ ഈ ഒരു ഏരിയ കണ്ട കാര്യം കേട്ടോ. ഈ ഏരിയയിൽ ഓടുന്ന ടോറസുകളും ടിപ്പറുകളൊക്കെ ഓവർലോട്ടാ വരുന്ന സാധനം. നോക്കിയേ ഇതിൻ്റെ നമ്മുടെ ഡിപ്പിൻ്റെ ഒരു ഹൈറ്റ് നോക്കിയേ. അയ്യോ, അല്ലെങ്കിൽ തന്നെ ഈ സാധനം എടുത്തപ്പം തത്ത ലോഡും കൊണ്ട് ഓടണ പോലെ ഈ സാധനം ഓടും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ. അതിന് ഓവർ ലോഡ് കൂടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അശൂ. സേവ് മുല്ലപ്പെരിയാർ, സേവ് കേരള ഗൈസ്. എബ്ഡോൺ ഷിപ്പ് സംഭവം കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ എന്തോ ആയിട്ടുള്ളതാണ്. അവിടെ വന്നിട്ട് എന്ത് സീനായിട്ട് എന്തോ ആണ്. ഞാൻ കറക്റ്റ് സ്റ്റോറി അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം വലിയൊരു ഷിപ്പാണ് കേട്ടോ. അത്യാവശ്യം ഈ രത്നഗിരിയിലത്തെ നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് അത്. മീൻസ് നമ്മളെപ്പോഴും കാണുന്ന ഒരു സാധനമല്ലല്ലോ. നോക്കിയേ ബസ്, നോക്കിയേ മുടേഷ്. ഓ പൊടിമായ കേട്ടോ ഇവിടെ. ബസ്സിന്റെ ഒരു അവസ്ഥ നോക്കിയേ എന്റെ പൊന്നെ. ആ നമ്മുടെ അവിടത്തൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏതാ സ്വർഗം കേട്ടോ. ഇവിടൊക്കെ നോക്കിയേ കൈ വെച്ചിട്ട് ജനൽ സൈഡിലെ സൈഡിൽ വിൻഡോന്റെ സൈഡിൽ കൈ വെച്ചിരിക്കാൻ പറ്റില്ല. പോയിസ് അടിക്കാൻ ചിലപ്പോൾ ഇരുമ്പൂത്തിട്ട് അമ്മാരി സീനാ. റൈറ്റ് എത്താറാൻ പറഞ്ഞോ കേട്ടോ. ഇവിടുത്തെ ട്രാഫിക്കിൽ വണ്ടി ഓടിക്കാൻ എളുപ്പമല്ല കേട്ടോ. ഇവർ ഓടിക്കണ പോലെ നമ്മൾ ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ വണ്ടി തട്ടും. നമ്മൾ നമ്മുടെ രീതിക്ക് ഓടി ചെയ്യുക, പണി പാല് വെള്ളത്തിൽ കിട്ടും. ഇവിടെ ഇവർ ഓടിക്കണ പോലെ ഓടിക്കണം, അല്ലെങ്കിൽ മൊത്തം മിസ്മാച്ച് ആയിട്ട് ഇടിക്കും. ഈ ഭാഗത്ത് ഓടുന്നുണ്ടെങ്കിൽ ഏറ്റവും പിന്നെയും വൃത്തിയുള്ളൊരു ബസ് ഇതാട്ടാ. ഇത് ഗവൺമെന്റ് ബസ് തന്നെയാ. ആ ബോഡി കണ്ടിട്ട് പിന്നെയും വൃത്തിയുള്ളൊരു ബസ് ഇതാ ഗൈസ്. അയ്യോ, ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വൃത്തിയുള്ള ബസ് ഗൈസ്. കേട്ട സാധനം എങ്ങടാ രത്നഗിരി റൈറ്റ് മാടലു. ഓക്കെ, മൊത്തം ചുവന്ന് കിടക്കണല്ലേ. മണ്ണിന്റെ കളറാണ് മൊത്തത്തിൽ എല്ലായിടത്തും. പൊടി അടിച്ചിട്ടേ റോഡിന്റെ കളറൊക്കെ നോക്കിയേ ചുവന്ന കളർ പോലെ പൊടി അടിച്ചിട്ട്. പിന്നെ അവിടെ ഒരു ബിൽഡിങ്സ് എല്ലാം നമ്മൾ ശ്രദ്ധിച്ചോ, ഒരുമാതിരി ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് കേട്ടോ. ഫ്ലാറ്റുകളാണ് തോന്നുന്നു അതൊക്കെ. ഫ്ലാറ്റൊക്കെ നമ്മുടെ മറ്റേ ഇങ്ങനെ താമസിക്കില്ലേ, എന്തായാലും പറയുമല്ലോ, ഹൗസിങ് കോളനി പോലത്തെ അങ്ങനത്തെ സെറ്റപ്പ് തോന്നണോ. കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്, റോഡിന്റെ ആയാലും എല്ലാത്തിന്റെയും കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ പൊടിയാണ് ഗൈസ്. സാധനം നോക്കിയേ, ഏതാ മൂടില്ലേ, പൊളിമൂടമ്പാടി. MH മഹാരാഷ്ട്ര. നോക്കിഷ്ടം ഇവിടുത്തെ കല്ലുകൾ നോക്കി, റോഡ് പൊളിക്കണത്. അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കാൻ വെട്ടിണ്ടാക്കണത് മൊത്തം നമ്മുടെ അടുത്ത വെട്ടുകല്ലേ. ആ സാധനം നോക്കിയാണ്ടോ, എന്തോരം വെട്ടുകല്ലടോ പൊള്ളിച്ചുണ്ടാക്കണത്. സൈഡിൽ മൊത്തം അതിഞ്ഞാ മണ്ണ് കുഴിച്ചപ്പോൾ കിട്ടല്ലോ ആവുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി അങ്ങനെ ആവുന്നുണ്ട്, അത്ര സ്ട്രോങ് ആവുന്നുണ്ട് ഇവിടുത്തെ മണ്ണ്, സോയില്. ആ ഇതൊരു ഗഡ് സെക്ഷൻ പോലത്തെ ഏരിയ കേട്ടോ. നമ്മൾ അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കണേ. വീട് നോക്കിയേ, വേറെ തന്നെ മൂടല്ലേ. ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ വീട്ടിലുണ്ടാവും കേട്ടോ, നമ്മൾ നോക്കി കൊണ്ട് പോവുക. അല്ലെങ്കിൽ നല്ല ഇടിട്ടും, അല്ല ഇടിയല്ല ഇട്ട് കൂടുതൽ പൈസ വാങ്ങിക്കാൻ വരും നമ്മുടെ അടുത്ത്. ഇവർ ഈ പശുവിന് കളയാനൊക്കെ നമ്മൾ വണ്ടി കെട്ടി കഴിഞ്ഞാൽ സംഭവറ്റങ്ങൾക്കൊന്നും പറ്റിയിടുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഇത് പൈസ ഒരു വാങ്ങിച്ചിരിക്കും. കുറഞ്ഞത് 5000 4000 ഒക്കെ വാങ്ങിക്കും. നീ എങ്ങാനും ചത്തുന്നിരിക്കും 10,000 റുപ്യ വാങ്ങിച്ചിരിക്കും. ആള് കൂടിടും പെട്ടെന്ന് വന്നിട്ടേ. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കാണെങ്കിൽ ഭാഷയും പ്രശ്നമല്ല, ലാംഗ്വേജ്. ഇവരാണെങ്കിൽ ഒരുമാതിരി കടുപ്പം ചേർന്നൊരു ഹിന്ദി, നമുക്കൊന്നും മനസ്സിലാവില്ല. അയ്യോ തോണി കിടക്കണമെങ്കിൽ ഏത് രസം. അതെ അതെ അതെ. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം, ഇവിടുത്തെ നദികളും ഈ റിവറുകളൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അതിന് ഞാൻ മോശമായിട്ടുള്ള ഭാഗങ്ങളുണ്ടോ എനിക്കറിയിട്ട് ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടതിലുള്ള ഒട്ടുമിക്ക എല്ലാ റിവേഴ്സും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മുടെ അവിടുത്തെ പോലെ ഉള്ള വേസ്റ്റുകളും വെള്ളത്തിൻ്റെ കളറും നമ്മുടെ അവിടുത്തെ റിവറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ, കുറേ എണ്ണപ്പാടുകളും അതും ഇതും ഒക്കെ അതിൽ ഇറങ്ങാൻ തന്നെ തോന്നില്ല. പക്ഷെ ഇവിടുത്തെ റിവറുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇറങ്ങാൻ തോന്നും കൈസ്. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ. കണ്ടോ അങ്ങനെയുണ്ട്, സൂപ്പറല്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ. ഇറങ്ങാൻ തോന്നുന്നു നമുക്ക്, അത്രയും നീറ്റാണ്. വേസ്റ്റുകളും കാര്യങ്ങളൊന്നുമില്ല, എസ്പെഷ്യലി പ്ലാസ്റ്റിക്കുകളില്ല. നമ്മുടെ ഇവിടെയൊക്കെ നേരെ ഉപരിച്ച് എന്നിട്ട് നേരെ തിരിച്ചാണ്. അതേത് വഴി? ഓക്കെ ഗൈസ്, ഈ റൈറ്റ് ആണെന്ന് തോന്നണു. അതിൽ വീട്ടിലുള്ള വഴിയാ അവിടെ. ഈശ്വര, ടൂറിസ്റ്റുകളുടെ വണ്ടി എന്ന് തോന്നിപ്പിക്കണ പോലത്തെ കുറച്ച് വണ്ടികൾ കിടക്കുന്നുണ്ട് ഗൈസ്. അത് ബീച്ചുകളുടെ വഴിയായിരിക്കാൻ ചാൻസ് ഉണ്ട്. നേരെ അമ്മൂമ്മ പറഞ്ഞു നേരെ വെക്കോളാൻ. താങ്ക് യു. ഈശോയെ, ഇതൊരു ഏരിയകളിലൂടെ പോകണട്ടോ, ജില്ലകളിലൂടെ വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ. അവരൊക്കെ ഒക്കെ എടുക്കണം മോനെ സാധനവും. അതെ, വണ്ടി ഇവിടെ വയ്ക്കാം നമുക്ക് നല്ലത്. എങ്ങനെ ഇടി വെച്ചാൽ പണി പാടൂ. പട്ടണങ്ങിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാന്ന് വയ്ക്കാം. എടുക്കണമെങ്കിൽ സാധനം മുകളിലേറി കാണിച്ചു തരാം കേട്ടോ. അങ്ങ് അറ്റത്തും കിടക്കണ്ടായിരുന്നു. മോനെ അത് കാണുന്ന പോലെ ചെറുതല്ല കേട്ടോ, ഭീകര സാധനമാണ്.
നോക്കി കക്കത്തോടുകളാണ്. കക്കത്തോട് തന്നെയല്ല അത്, എന്തോരത് കക്കല്ല, എന്നിട്ട് പറയാം നമ്മളിതിനെ കടൽക്കക്കഞ്ഞായിരിക്കും കേട്ടോ. കക്കഞ്ഞായിരിക്കും, കടൽക്കക്ക കായ്ക്കത്തെ വരണുള്ളത്. എന്തോരടോ ലോട്ട് ഓഫ് കേട്ടോ ഫുള്ള്. എന്തായാലും ഇത് നോക്കി കഴിഞ്ഞാൽ ഇതൊരു 2 തെങ്ങിന്റെ ഹൈറ്റിക്കുള്ള സാധനം ഉണ്ട് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ ഫോണിൽ കാണുമ്പോൾ നമുക്ക് അതിന്റെ ഭീകരത മനസ്സിലാവാഞ്ഞിട്ടോ. എൻ്റെ പൊന്നെ. അതുപോലെ തന്നെ കടലിന്റെ അടിയിലേക്ക് ഒരുപാട് നല്ല ഡെപ്ത് ഉണ്ട്. ആയിരിക്കും വലിയ ഷിപ്പാണത്. നോക്കി നിങ്ങൾ ഒരു തെങ്ങിന്റെ പകുതി ഹൈറ്റ് ഉള്ളത്. ഞാൻ താഴ്ത്തുന്നത് അവിടെ നിന്ന് നടന്നു വരുമ്പോ ഞാൻ വിചാരിച്ചതെന്നറിയും ഇതൊരു ഷിപ്പ്, ഇത് വേറൊരു ഷിപ്പുള്ള വിചാരിച്ചത്. നോക്കുമ്പോ കയറി വരുമ്പോഴല്ലേ മനസ്സിലാവണേ അത്രയും നല്ല ലെങ്ത് ഉണ്ട്. ഈ പോർഷൻ ടു ഈ പോർഷൻ നല്ല ലെങ്ത് ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിവിടുന്ന് ഇറങ്ങാണ് ഗൈസ്. നമ്മൾ ഈ ഷിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടു. പിന്നെ ഇവിടെ നമ്മൾ നേരെ പോണത് ഒരു ഫോർട്ടിലോട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത് രത്നഗിരിയിലുള്ളൊരു അബ്ഡോൺ ഷിപ്പാണ്. ഈ ഷിപ്പിന് ഇപ്പോൾ ആർക്കെങ്കിലും വരുന്ന വഴി കാണണമെന്ന് പോകണമെന്നൊക്കെ ഉണ്ടെന്നുണ്ട് വെച്ചിങ്ങനെ നിങ്ങൾ ഗൂഗിൾ മാപ്പിലോ അല്ലാതെ ഗൂഗിളിൽ അബ്ഡോൺ ഷിപ്പിന് രത്നഗിരിയിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ലൊക്കേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, യാ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.